പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയ കേക്ക് വ്ലോഗാണ്. നമുക്ക് 3 കേക്കിൻ്റെ ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം കൊടുക്കുന്നതിന് 3 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സുണ്ട്. അപ്പോൾ ആ കേക്ക് ചെയ്യുന്ന കാര്യങ്ങളും കുറച്ച് പുറത്ത് പോകുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു വ്ലോഗ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ സ്പഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഒരു ഫെററോ റോഷർ കേക്ക്, ഒരു വാൻചോ കേക്ക്, അതുപോലെ തന്നെ ഒരു ഹണി ആൽമണ്ട് കേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കുന്നത് ഫെററോ റോഷർ കേക്കാണ്. എല്ലാം 1 kg വെയിറ്റ് വരുന്ന കേക്കുകളാണ്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് സോക്ക് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ക്രീം അപ്ലൈ ചെയ്യാണ്. അതിന് ശേഷം നമ്മൾ ഫില്ലിംഗ് ആയിട്ട് കുറച്ച് ന്യൂട്ടെല്ല കൊടുക്കുകയാണ്. അപ്പോൾ ക്രീമിലും നമ്മൾ ഓൾറെഡി ന്യൂട്ടെല്ല ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് ലെയേഴ്സിലും ന്യൂട്ടെല്ലയും അതുപോലെ തന്നെ ഹേസൽനട്ടും പിന്നെ നമ്മുടെ ന്യൂട്ടെല്ലയുടെ ഒരു ഫ്ലേവറിൽ വരുന്ന ഒരു ചോക്ലേറ്റ് ഉണ്ട്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. അതില്ലേ നമുക്ക് ചോക്ലേറ്റ് ഫെറോ റോഷറിൻ്റെ ചോക്ലേറ്റ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി ലേയേഴ്സും കൂടി ചെയ്തെടുക്കുകയാണ്. നമുക്ക് കേക്ക് നന്നായിട്ട് ക്രം കോട്ട് ചെയ്തതിന് ശേഷം കേക്കിൻ്റെ പോടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. അതിനുശേഷം നമ്മൾ അടുത്ത കേക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഹണി ആൽമണ്ട് ഫ്ലേവറിൽ വരുന്ന കേക്കാണ്. സെയിം 1 kg വെയിറ്റ് വരുന്ന ഒരു കേക്കാണ്. അപ്പോൾ അത് ഫസ്റ്റ് ലെയർ വെച്ചിട്ട് നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ക്രീം സ്പ്രെഡ് ചെയ്യുക. പിന്നെ അതിലേക്ക് ലെയേഴ്സിൽ നമ്മൾ ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കുന്നത് ഹണിയും അതുപോലെ തന്നെ ആൽമണ്ട്സുമാണ്. പിന്നെ നമ്മൾ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇതുപോലെ ബാക്കി ലെയേഴ്സും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്കും ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് നന്നായിട്ട് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ നമ്മളിനി അടുത്തായിട്ട് ചെയ്യുന്നത് വാൻചോ കേക്കാണ്. അപ്പം നമുക്കിവിടെ വാനിലയുടെ 2 ലെയറും അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ 2 ലെയേഴ്സുമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ വെച്ചതിന് ശേഷം കേക്ക് നന്നായിട്ട് വെറ്റ് ചെയ്യുക. അതിനുശേഷം ക്രീം അപ്ലൈ ചെയ്യുക. പിന്നെ നമ്മൾ വാനില സ്പഞ്ചിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ സെക്കൻഡ് ലെയറായിട്ട് ചോക്ലേറ്റ് ലെയർ വയ്ക്കുന്നു. അതിൽ നമ്മൾ ചോക്ലേറ്റ് ക്രീമാണ് കൊടുക്കുന്നത്. അതിന് മുകളിലായിട്ട് നമ്മൾ ചോക്ലേറ്റ് ഗനാഷും അതുപോലെ തന്നെ ചോക്കോ ചിപ്സും ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമുക്ക് കേക്ക് നന്നായിട്ട് ക്രം കോട്ട് ചെയ്തതിന് ശേഷം സെറ്റാവാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ കേക്കെല്ലാം ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെച്ചതിന് ശേഷം നമ്മളെല്ലാവരും കൂടി പുറത്ത് ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ UK നല്ല സ്നോ ഉള്ളൊരു ടൈമാണ്. പുറത്തിറങ്ങാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ. കംപ്ലീറ്റ് സ്നോ കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് കിടക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് കുറച്ച് വെള്ളമൊക്കെ ഉള്ള ഒരു സൈഡിലാണ്. കുറച്ച് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ നമുക്ക് വെള്ളമൊന്നും ഇപ്പോൾ കാണാൻ പറ്റില്ല. കംപ്ലീറ്റ് ഇങ്ങനെ ഫ്രീസായിട്ട് കിടക്കുകയാണ്. നമുക്ക് ലാൻഡ് ഏതാണ് വെള്ളം ഏതാണെന്ന് അറിയാൻ പറ്റാത്ത പോലെ അത്രയും ഫ്രോസൺ ആയിട്ട് കിടക്കുകയാണ്. പക്ഷെ കാണാൻ നല്ല രസമായിരുന്നു. ഇത് ആക്ച്വലി ഇവിടുത്തെ ഒരു ടിപ്പിക്കൽ ബ്രിട്ടീഷ് ഡിന്നറാണ്. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് അവിടേക്ക് ഒന്ന് കറങ്ങിയതിന് ശേഷം കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും തിരിച്ച് വീട്ടിൽ പോയതിന് ശേഷമാണ് ഞാൻ ബാക്കി പരിപാടികളൊക്കെ ചെയ്തത്. അതായത് നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അതിന് ശേഷമാണ് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വെച്ച ഫെറോ റോഷർ കേക്കാണ് പുറത്തെടുത്തത്. നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനായിരുന്നു. വൈറ്റ് ക്രീം കൊണ്ടായിരുന്നു കവർ ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ കേക്ക് കംപ്ലീറ്റ് ആദ്യം വൈറ്റ് ക്രീം കൊണ്ട് കവർ ചെയ്തു. അതിന് ശേഷം അതിൽ കുറച്ച് ഫ്ലവേഴ്സായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്, നോസിൽ കൊണ്ടുള്ള ഫ്ലവേഴ്സ്. അത് പക്ഷേ ഞാൻ നെക്സ്റ്റ് ഡേ, അതായത് ഡെലിവറി ചെയ്യുന്ന ദിവസമായിരുന്നു ചെയ്തത്. കാരണം എനിക്ക് എപ്പോഴും കുറച്ച് കളേഴ്സ് വൈറ്റ് ക്രീമിലോട്ട് കളേർഡ് ക്രീം കൊണ്ട് വൈറ്റ് ക്രീമിൽ ഡെക്കറേഷൻസ് ചെയ്യുമ്പോഴത്തേക്ക് അത് കുറച്ചിങ്ങനെ സ്പ്രെഡ് ആവുന്ന പോലെ തോന്നാറുണ്ട്. അത് കാരണം ഞാൻ കൂടുതലും ഡെലിവറി ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് അങ്ങനത്തെ ഡെക്കറേഷൻസൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ തൽക്കാലം കേക്ക് ഇങ്ങനെ സ്പാച്ചുല ഡിസൈൻ മാത്രം കൊടുത്തിങ്ങനെ സെറ്റാവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഹണി ആൽമണ്ട് കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ പർപ്പിൾ കളർ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ കുറച്ച് പർപ്പിൾ ഫോക്സ് ബോൾസും അതുപോലെ തന്നെ പർപ്പിൾ കളറിൽ ബട്ടർഫ്ലൈസും ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വിചാരിച്ചാൽ പിന്നെ ആ ഒരു തീമിൽ തന്നെ കേക്ക് ചെയ്തെടുക്കാമെന്ന്. കാരണം കസ്റ്റമർ അങ്ങനെ പ്രത്യേകിച്ച് മോഡൽസോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അതുപോലെ ഇതൊരു ആനിവേഴ്സറി തീം കേക്കും ആയിരുന്നു. ഇപ്പോൾ ഞാൻ കേക്ക് ഇവിടെ അത്യാവശ്യം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫൈനലി ഞാനിവിടെ സ്പാച്ചുല ഡിസൈനാണ് കൊടുക്കുന്നത്. ഒരുവിധം എല്ലാ കേക്കിനും ഞാൻ ടൈം ഇല്ലെങ്കിൽ ഈ ഒരു സ്പാച്ചുല ഡിസൈൻ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സൈഡ്സും കേക്കിൻ്റെ ടോപ്പും ഒന്നും ഭയങ്കര പെർഫെക്റ്റായിട്ട് ഫിനിഷ് ചെയ്യണം എന്നില്ല. ഇത് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലും എല്ലാത്തിനും സ്പാച്ചുല ഡിസൈൻ തന്നെയാണ് കൊടുക്കുന്നത്. ഞാൻ ഇതിൻ്റെ ടോപ്പിലും സൈഡ്സിലൊക്കെ ആയിട്ട് ഫോക്സ് ബോൾസാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പർപ്പിളിന് തന്നെ ഡാർക്കും ലൈറ്റും ഈ 2 കളേഴ്സും പിന്നെ ഗോൾഡനും അങ്ങനെ കുറച്ച് കളേഴ്സും മിക്സ് ചെയ്തിട്ടാണ് ഫോക്സ് ബോൾസ് വെച്ചെടുക്കുന്നത്. ഇനി ഞാൻ കേക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഹാപ്പി ആനിവേഴ്സറി ടോപ്പർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഫിനിഷിങ് റൗണ്ടായിട്ട് കുറച്ച് വൈറ്റ് പേൾസും കൂടി കേക്കിൻ്റെ മുകളിലും സൈഡ്സിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ എനിക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഇനി ആർക്കെങ്കിലും ഒരു ആനിവേഴ്സറി തീം കേക്കിൻ്റെ ഓർഡർ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് ശേഷം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മുടെ വാൻജോ കേക്കാണ്. ഇത് ഒരു നോർമൽ വാൻജോ കേക്കിൻ്റെ ഡിസൈൻ തന്നെയാണ് കൊടുക്കുന്നത്. കാരണം പ്രത്യേകിച്ച് അങ്ങനെ ഡിസൈനും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ വാൻജോ കേക്കിന് എപ്പോഴും അതിൻ്റെ ഡിസൈൻ തന്നെ, അതായത് നമ്മുടെ ചോക്ലേറ്റ് കൊണ്ട് കവർ ചെയ്യുന്ന ഡിസൈൻ കൊടുക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അതായത് അതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷൊക്കെ കൊണ്ട് കവർ ചെയ്യുമ്പോൾ ടേസ്റ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്ന ആ ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ ഈ ഒരു കേക്കിൻ്റെ ടോപ്പിൽ ചോക്ലേറ്റും ഡിസൈനിങ്ങും ഒക്കെ കൊടുക്കുന്നതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല.
ആദ്യം ഞാൻ ഈ ഒരു കേക്കിന് ചോക്ലേറ്റ് ഇങ്ങനെ ഒഴുകി പോകുന്ന രീതിയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ലാസ്റ്റ് എനിക്കത് എന്തോ ഒരു പ്രശ്നം പോലെ തോന്നിയിട്ട് ഞാൻ കേക്കിൻ്റെ ബോർഡൊക്കെ ക്ലീൻ ചെയ്തെടുത്തായിരുന്നു. ഇനി ഞാൻ ഈ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ മുകളിലായിട്ട് അവിടെ ഇവിടെ കുറച്ച് ഗോൾഡൻ ഫോയിലും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു ഗോൾഡൻ കളറും കൂടി വരുമ്പോൾ കുറച്ചും കൂടി കേക്കിൻ്റെ ഭംഗി കൂടുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതുവരെയുള്ളതെല്ലാം കേക്ക് ഡെലിവറി ചെയ്യുന്നതിൻ്റെ തലേ ദിവസമുള്ള പരിപാടികളാണ് കാണിച്ചത്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേക്ക് ഡെലിവറി ചെയ്യുന്ന ദിവസമാണ്. ഇത് ഞാൻ ആദ്യം ചെയ്ത് ഫെറോ റോഷർ കേക്കിൽ ഇപ്പോൾ റെഡ് കളർ കൊണ്ട് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുകയാണ്. അതായത് നമ്മുടെ നോസിൽ ഡിസൈനാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് നോസിലുകൊണ്ട് ഫ്ലവേഴ്സ് വരയ്ക്കുക, പിന്നെ അതിന് കുറച്ച് ലീവ്സും വെച്ചിട്ട് കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇനി കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കോയിൻ ടോപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 3 കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 കേക്കും ഒരുമിച്ച് വെച്ചിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തായിരുന്നു. അപ്പോൾ 3 വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻസാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഓർഡേഴ്സൊക്കെ കിട്ടുമ്പോൾ ഇതുപോലത്തെ ഡിസൈൻസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വാൻജോ കേക്കും ഹണി ആൽമണ്ട് കേക്കും അതുപോലെ തന്നെ ഫെറോ റോഷർ കേക്കുമാണ് 3. അപ്പോൾ ഇത് 3 ആയിരുന്നു ഇന്നത്തെ ദിവസത്തെ എൻ്റെ കേക്ക് ഓർഡേഴ്സ്. അപ്പോൾ അതിനുശേഷം ഈ കൂട്ടത്തിൽ തന്നെ നമ്മുടെ വീടും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അടുത്തായിട്ട് നമ്മളൊരു വീടെടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആകെ മൊത്തം ബിസി ആയിട്ടുള്ള ദിവസമായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഷിഫ്റ്റിങ്ങിന് ഇറങ്ങിയായിരുന്നു. കേക്കൊക്കെ ഡെലിവറി ചെയ്തതിന് ശേഷം ഞങ്ങൾ ഷിഫ്റ്റിങ്ങിന് ഇറങ്ങിയായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് എടുത്ത കുറച്ച് വീഡിയോസും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നുണ്ട്.